ഇസ്ലാം അതിന്റെ ശരിക്കുള്ള വഴിയിൽ നിന്ന് മാറിപ്പോയെന്നും അതിന്റെ ആ പഴയ ഒരു വിചിത്രമായ തുടക്കത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നും ഒരു വാദമുണ്ട്. എന്താണീ വിചിത്രമായ മടക്കം? നമുക്കതൊന്ന് പരിശോധിക്കാം. അപ്പോ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രവചനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മതങ്ങളിലൊന്നായ ഇസ്ലാം അതിന്റെ തുടക്കത്തിലെ പോലെ വീണ്ടും ഒരു ന്യൂനപക്ഷത്തിന്റെ മാത്രം വിശ്വാസമായി ചുരുങ്ങുമെന്നിത് പറയുന്നു. ഒരു വശത്ത് കോടിക്കണക്കിന് അനുയായികൾ, മറുവശത്ത് അപരിചിതരായി മാറുമെന്നൊരു മുന്നറിയിപ്പ്. ഇതെങ്ങനെ സംഭവിക്കും? അതെ, അതാണ് ശരിക്കുള്ള ചോദ്യം. കോടിക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്നൊരു മതം എങ്ങനെയാണ് അവർക്ക് തന്നെ ഒരു അപരിചിതമായ ഒന്നായിട്ട് മാറുന്നത്? ഈ വാദമനുസരിച്ച് അതിന്റെ ഉത്തരം ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥത്തിൽ തന്നെ ഒഴിഞ്ഞിരിപ്പുണ്ട്. അപ്പോ നമുക്ക് ആദ്യം തന്നെ ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഒന്നുകൂടി ചിന്തിച്ചു നോക്കാം. കാരണം ഈ വാദമനുസരിച്ച് നമ്മളിൽ പലർക്കും അതിന്റെ യഥാർത്ഥ അർത്ഥം എപ്പോഴോ നഷ്ടപ്പെട്ടുപോയി. ഈയൊരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾ ജനിച്ചു വീഴുന്ന ഒരു മതത്തിന്റെ പേരല്ല, മറിച്ച് അതൊരു പ്രവൃത്തിയാണ്. അതായത് ദൈവത്തിനു മുന്നിൽ പൂർണ്ണമായിട്ട് കീഴടങ്ങുക എന്ന ഒരു ആക്റ്റീവായ പ്രോസസ്സ്. ഇതൊരു സാംസ്കാരിക ലേബലോ ബ്രാൻഡോ ഒന്നുമല്ല, മറിച്ച് നിരന്തരമായ ഒരു സമർപ്പണമാണ്. ഇവിടെയാണ് ശരിക്കും ആ ഒരു പ്രധാന വ്യത്യാസം വരുന്നത്. യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും ദൈവമയക്കുന്ന ജീവനുള്ള ഒരു മാർഗദർശിയെ പിന്തുടരുന്നത് പോലെയാണ്, ഒരു ജീവനുള്ള മരം പോലെ വളരുന്നത്. പക്ഷേ ഭൂരിപക്ഷം പേരും ഇന്ന് കാണുന്നതെന്താണ്? വെറും പാരമ്പര്യം മാത്രം. അതായത് പഴയ നിയമങ്ങളും പുസ്തകങ്ങളും ഒക്കെ സൂക്ഷിച്ചുവെച്ച ഒരു പെട്ടി പോലെ, ജീവനില്ലാത്ത ഒന്ന്. ഈയൊരു വാദത്തിന് ബലം കൂട്ടാനായിട്ട് അവർ ഖുറാനിലെ ഈയൊരു വാക്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിലൂടെ അവർ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ദൈവത്തെ അനുസരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാലഘട്ടത്തിലെ ദൈവദൂതനെ അനുസരിച്ചേ മതിയാവൂ, അതിനപ്പുറം വില വഴിയില്ല. അപ്പോ ഈയൊരു വ്യതിയാനം സംഭവിച്ചു എന്നതിന് എന്താണ് തെളിവ്? ശരി, നമുക്ക് പ്രവചനങ്ങളിലേക്ക് നോക്കാം. അതിൽ ഇതിനെക്കുറിച്ച് എന്തൊക്കെ സൂചനകളാണ് തന്നിട്ടുള്ളതെന്ന് നോക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ശക്തമായ ഒരു രൂപകമാണ്, ഒരു പ്രവാചക രൂപകം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലകളെ ഒരു കയറിലെ കെട്ടുകളായി സങ്കൽപ്പിക്കുക. ഓരോ കെട്ടും ഓരോ പ്രധാന തത്വമാണ്. പ്രവചനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കെട്ടുകൾ ഓരോന്നായിട്ട് അഴിഞ്ഞു പോവുമെന്നാണ്. ആദ്യം നഷ്ടപ്പെടുന്നത് ദൈവികമായ ഭരണാധികാരം. ഏറ്റവും അവസാനം നഷ്ടപ്പെടുന്നതോ നമസ്കാരം എന്ന ആ അവസാനത്തെ കണ്ണിയോ. ഇതിന്റെ ഒരു ഗൗരവം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ പ്രവാചകന്റെ ഒരു സഹചാരിയുടെ ഈ വാക്കുകളൊന്ന് കേട്ടുനോക്കൂ. അതായത്, ഇസ്ലാമിന്റെ അവസാനത്തെ കെട്ട് എന്ന് പറയുന്ന നമസ്കാരം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതിന്റെ അർത്ഥമെന്താ? മതത്തിന്റെ അടിത്തറ തന്നെ ഇളകാൻ തുടങ്ങിയിരുന്നു എന്നാണിത് സൂചിപ്പിക്കുന്നത്. ഇനി ഈ സ്രോതസ് പഴയ പ്രവചനങ്ങളെ ഇന്നത്തെ ലോകവുമായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇറാഖ്, സിറിയ, ഈജിപ്റ്റ് ഈ രാജ്യങ്ങളിലൊക്കെ കാണുന്ന സാമ്പത്തികവും സാമൂഹികവുമായ തകർച്ചയെ അവർ കാണുന്നത് വെറും രാഷ്ട്രീയ സംഭവങ്ങളായിട്ടല്ല, മറിച്ച് ഇസ്ലാം അതിന്റെ ആ അപരിചിതമായ അവസ്ഥയിലേക്ക് മടങ്ങുന്നു എന്ന പ്രവചനം സത്യമായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ഈ ഒരു ഉദ്ധരണി ഒരുപക്ഷെ ഈ കൂട്ടത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒന്നായിരിക്കും. പള്ളികളൊക്കെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കാം, പക്ഷെ അവരിൽ ഒരൊറ്റ വിശ്വാസി പോലും ഉണ്ടാകില്ലെന്ന്. അതിന്റെ അർത്ഥമെന്താ? പുറമേയുള്ള ആചാരങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും, പക്ഷേ വിശ്വാസത്തിന്റെ ആത്മാവ്, അതിന്റെ കാതൽ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നല്ലേ? അപ്പോ ഇങ്ങനെയൊരു ആത്മീയമായ തകർച്ചയുണ്ടെങ്കിൽ ഇതിനൊരു പരിഹാരമില്ലേ? എന്താണ് ശരിയായ വഴി? അതെങ്ങനെ കണ്ടെത്താൻ പറ്റും? ഈ സ്രോതസ് നിർദ്ദേശിക്കുന്ന വഴി എന്താണെന്ന് നോക്കാം. ഇവിടെ പ്രവാചകൻ തരുന്ന മുന്നറിയിപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും വലിയ അപകടം വരാൻ പോകുന്നത് പുറത്തുനിന്നല്ല, അകത്തുനിന്നാണ്. നമ്മുടെ അതേ ഭാഷ സംസാരിക്കുന്ന, നമ്മളെപ്പോലെ തോന്നിക്കുന്ന നേതാക്കന്മാർ തന്നെ നമ്മളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുമെന്ന്. അപ്പോ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മൾ എന്തു ചെയ്യും? ചുറ്റും നോക്കിയാൽ മുഴുവൻ ആശയക്കുഴപ്പങ്ങളാണ്. ആരെയാണ് വിശ്വസിക്കേണ്ടത്? ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? ഹദീസിൽ നിന്നുള്ള ഉത്തരം വളരെ സിമ്പിളാണ്, വളരെ ഡയറക്റ്റാണ്. മുസ്ലിങ്ങളുടെ സംഘത്തോടും അവരുടെ ഇമാമിനോടും ചേർന്ന് നിൽക്കുക. ഈ വാദമനുസരിച്ച് ഇതല്ലാതെ വേറൊരു പരിഹാരമേ ഇല്ല. ഇവിടെയാണ് ഈ വാദം കുറച്ചുകൂടി കർശനമാകുന്നത്. ഒരു യഥാർത്ഥ ഇമാം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു വിഭാഗത്തിലും ചേരരുത്. നിലവിലുള്ള എല്ലാ ഗ്രൂപ്പുകളും വഴിതെറ്റിയവയാണെങ്കിൽ അതെല്ലാം ഉപേക്ഷിക്കാനാണ് പ്രവാചകൻ കൽപ്പിക്കുന്നത്. ഒന്നുകിൽ ശരിയായ നേതാവ്, അല്ലെങ്കിൽ പൂർണ്ണമായ ഒറ്റപ്പെടൽ. ഈ രണ്ടിലൊന്നാണ് ഓപ്ഷൻ. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്:
ആരാണ് ഈ ഇമാം? ഈ കാലഘട്ടത്തിന്റെ നേതാവിനെ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ഇവിടെയാണ് മഹ്ദിയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ കടന്നുവരുന്നത്. പ്രവചനം പറയുന്നത് ഇങ്ങനെയാണ്: കിഴക്ക് നിന്ന് കറുത്ത പതാകകളുമായിട്ട് ഒരു സൈന്യം വരും. അവർക്ക് മുൻപൊരു ജനതയും പോരാടാത്ത രീതിയിൽ അവർ പോരാടും. അവരുടെ നേതാവിനെ ദൈവത്തിന്റെ ഖലീഫ മഹ്ദിയെന്ന് വിളിക്കും. ഇതാണ് ഈ സ്രോതസ്സ് അവരുടെ നേതാവിനെ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട അടയാളങ്ങൾ. ഈയൊരു വ്യക്തിയോടുള്ള വിധേയത്വം എത്രത്തോളം പ്രധാനമാണെന്ന് ഈ കൽപ്പനയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മഞ്ഞിലൂടെ ഇഴഞ്ഞിട്ടാണെങ്കിലും പോയി അദ്ദേഹത്തിന് അനുസരണ പ്രതിജ്ഞ ചെയ്യണമെന്നാണ്. ഇതിലൊരു വിട്ടുവീഴ്ചയുമില്ല. നിരുപാധികമായ ഒരു കൽപ്പനയാണത്. അങ്ങനെ ഈ പറയുന്ന വാദങ്ങളെല്ലാം കൂടി ഒരൊറ്റ പോയിന്റിലേക്ക് എത്തിച്ചേരാണ്. അവർ തങ്ങളുടെ നേതാവായ അബ്ദുള്ള ഹാഷിമിനെ ആ പ്രവചിക്കപ്പെട്ട മഹ്ദിയായി തിരിച്ചറിയുന്നു. ഇതോടെ നമ്മൾ ആദ്യം തുടങ്ങിയ ആ ഒരു പോയിന്റിലേക്ക് തന്നെ തിരിച്ചെത്തി. അപരിചിതർ. ഈ വാദപ്രകാരം ഇന്നത്തെ കാലത്തെ അപരിചിതരെന്ന് പറയുന്നത് ഈ മഹ്ദിയെ പിന്തുടരുന്നവരാണ്. സത്യം കണ്ടെത്താനായിട്ട് സ്വന്തം കുടുംബങ്ങളെയും സമൂഹത്തെയുമൊക്കെ ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ചവർ. അതുകൊണ്ടാണ് ഭൂരിപക്ഷത്തിനും അവർ അപരിചിതരായി തോന്നുന്നത്. അപ്പോൾ ഈ സ്രോതസ്സിന്റെ വാദങ്ങളെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഒരു വലിയ ചിന്തയിലേക്കാണ്. ഒരു വിശ്വാസത്തിന്റെ ശരിക്കുള്ള രൂപം അതിന്റെ ഭൂരിപക്ഷം വരുന്ന അനുയായികൾക്കുപോലും തിരിച്ചറിയാൻ പറ്റാതെ വന്നാൽ എന്ത് സംഭവിക്കും? സത്യമെന്ന് പറയുന്നത് ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ മാത്രം കണ്ടെത്തലായി മാറുമോ? ഇതിന്റെ ഉത്തരം കണ്ടെത്തേണ്ടത് ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരുമായിരിക്കും.